ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മൂന്നാറിലെ യാത്രയിലെ വട്ടവട യാത്രയുടെ അവസാനത്തെ വ്ളോഗാട്ടോ ഇത്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ച് റെഡിയായി ഇനി നമ്മൾ സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ സ്ട്രോബെറി മാത്രമല്ല പല പച്ചക്കറികളും അവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മൾ സ്ട്രോബെറി ഫാമിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം അവിടെ ക്യാരറ്റും ബീൻസും ബീട്രൂട്ട് ക്യാബേജ് കോളിഫ്ലവർ സ്ട്രോബെറി പിന്നെ വേറെ ഒരു ബെറിയും കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഞാൻ പേര് മറന്നു, ഞാൻ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സ്ട്രോബെറിയുടെ ജാമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ജാമൊന്നും മേടിച്ചില്ല. നമ്മൾ നേരത്തെയൊക്കെ പോയപ്പോൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാവശ്യം ഒന്നും തന്നെ നമ്മൾ മേടിച്ചില്ല. ക്യാബേജൊക്കെ വിളവെടുത്ത് തീരാറായിട്ട് നിൽക്കണെയാണ് കാണുന്നത്. പിന്നെ ആ കോല് കുത്തി വെച്ചേക്കുന്നത് ബീൻസാണ്. പിന്നെ പീസ് ഉണ്ടാവാറുണ്ട്, പക്ഷേ പീസൊന്നും പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് ബീൻസ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചു. ഫ്രഷ് ബീൻസ് ആയിരുന്നു. വിഷമൊന്നും അടിച്ചിട്ടില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമ്മളതൊന്ന് കുറച്ച് മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പിന്നെ സ്ട്രോബെറി മേടിച്ചു ഫ്രഷ്. അവിടെ നിന്ന് തന്നെ കഴിച്ചു നമ്മൾ. പിന്നെ ദഹീബത്താണ് ഞാൻ പറഞ്ഞ വേറെ ഒരു ബെറി. എന്തായിരുന്നു അതിൻ്റെ പേരെന്ന് ഞാൻ മറന്നു. അന്യായ വില പറഞ്ഞു, അതുകൊണ്ട് അത് ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ സ്ട്രോബെറിയാണ്. പിന്നെ എന്താ പറയുക, നമ്മളവിടുന്ന് വേറെ കാര്യങ്ങളൊന്നും മേടിച്ചില്ല. നമ്മളവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു കടയിൽ നിന്നാണ് ക്യാരറ്റും സാധനങ്ങളും ഒക്കെ മേടിച്ചത്. പിന്നെ നമ്മളിവിടെ ക്യാരറ്റിന് വില ചോദിച്ചപ്പോൾ മൂന്നാറിനേക്കാളും വിലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വട്ടവടയിൽ നിന്ന് തന്നെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മൾ ഇവിടെ കൃഷി സാധനങ്ങളൊക്കെ കാണാൻ വരുവാണെങ്കിൽ ഓണത്തിന് മുമ്പ് വന്നും, അതായത് ഓണത്തിൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല, എല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അതിന് മുമ്പ് വന്നാലാണ് നമുക്കിവിടെ ഈ പച്ചക്കറി സാധനങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ 2-3 പ്രാവശ്യം ഓണം വെക്കേഷന് പോയപ്പോഴത്തേക്കും അവിടെ എല്ലാം വിളവെടുത്ത് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് നമ്മൾ ഓണത്തിന് മുമ്പായിട്ട് വരുവാണെങ്കിൽ എല്ലാം വിളവെടുക്കണ ആ സമയമാണ്. അപ്പോൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും, മേടിക്കാനും പറ്റും, എല്ലാത്തിനും സാധിക്കും. പക്ഷേ നമ്മൾ ഓണം വെക്കേഷൻ വരുമ്പോഴത്തേക്കും എല്ലാം ഇവിടെ നിന്ന് കയറ്റി അയച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. പിന്നെ കുറച്ച് അവർ സഞ്ചാരികൾക്ക് കാണാൻ വേണ്ടി മാത്രം കുറച്ച് ഇട്ടേക്കണേ ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾക്ക് മേടിക്കാനും അതിനും കാണാനും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പായിട്ട് നമ്മൾ വരണം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കുഞ്ഞു അവിടെ ഒരു വലിയ ബഹളമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണിയാണ് കാണുന്നത്. ക്യാരറ്റ് കടയിൽ എത്തിയപ്പോൾ അവിടെ ഇറങ്ങണമെന്നും അവിടെ പല സാധനങ്ങളും കണ്ടതൊക്കെ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളവും ഒക്കെ ആയിരുന്നു. അങ്ങനെ കരച്ചിലൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങണി. അപ്പോൾ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടിട്ട് കുറേ ക്യാരറ്റ് ആ ചേട്ടൻ കൊച്ചിന് ചുമ്മാ തിന്നാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതുകൂടാതെ നമ്മൾ അവിടുന്ന് കുറേ ക്യാരറ്റും മേടിച്ചായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വട്ടവടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മളിനി നേരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ വട്ടവടയ്ക്ക് പോകുന്ന വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഭയങ്കര ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പോകുന്ന വഴിക്കൊന്നും പുറത്തിറങ്ങരുതെന്നൊക്കെ അവിടെ നിന്ന് നമുക്ക് സ്ട്രിക്റ്റായി ഓർഡർ തന്നിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ്. പിന്നെ കാട്ടുപോത്തിനെയൊക്കെ നമ്മൾ നേരത്തെയൊക്കെ പോയപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. കാരണം നമ്മൾ രാത്രി ഒത്തിരി വൈകിയായിരുന്നു പോയിരുന്നത്. പിന്നെ അതുകൂടാതെ രാവിലെ നമ്മൾ ഇറങ്ങിയപ്പോഴും ഒരുപാട് വൈകി, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അവരൊക്കെ ഒരു വൈകുന്നേര സമയത്താണ് ഇറങ്ങണത്. ഈ താഴ്വാരത്തൊക്കെ ഇഷ്ടംപോലെ കാട്ടുപോത്ത് വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ വട്ടവടയിൽ നിന്ന് ഇറങ്ങി വട്ടവടയുടെ പുറത്ത് ചെക്ക് പോസ്റ്റിന് അവിടെ എത്തി. ആ കാണുന്ന ചായക്കടയാണ്. അവിടെ നല്ല അടിപൊളി ചായ കിട്ടും. അത് മെഷീൻ കോഫിയാണ്, പക്ഷെ എന്നാലും അടിപൊളി ടേസ്റ്റാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമുക്ക് റൂം ഉണ്ടെങ്കിൽ മാത്രമാണ് രാത്രി വൈകി കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് കടത്തി വിടുള്ളൂ. ഇല്ലെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്കും അവിടെ ക്ലോസ് ചെയ്യും. ഇവിടെ വന്ന് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി മൂന്നാർക്ക് പോവുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. വട്ടവടയോടെ നമ്മൾ യാത്ര പറയുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങളാണ് നിറച്ചും. കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. നല്ല തണുപ്പുണ്ട്. എന്തായാലും അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല കാലാവസ്ഥയാണ്. പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, നല്ല തിരക്ക് കുറവുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ അവിടെ മൂന്നാറിൽ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഏലപ്പാറ എസ്റ്റേറ്റ് വഴി തിരിച്ച് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. തിരിച്ച് വന്ന വഴി തന്നെ തിരിച്ച് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്ന് വരുമ്പോഴും ഏലപ്പാറ വഴി പോകാമെന്ന് വിചാരിക്കും. പക്ഷേ അന്ന് വഴി വളരെ മോശമായതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു പ്രാവശ്യമാണ് പോയിട്ടുണ്ടാകുന്നത്, പിന്നീട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വഴിയൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഏലപ്പാറ വഴിയാണ് പോകുന്നത്. ഏലപ്പാറ എസ്റ്റേറ്റ് വഴി നമ്മൾ പോകുമ്പോഴും തേയിലത്തോട്ടങ്ങളും പിന്നെ ഏലത്തോട്ടങ്ങളും കാപ്പി കശുമാവ് തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് പോകുന്ന വഴിക്കൊക്കെ കൃഷി ചെയ്തിട്ടുള്ളത്. അപ്പം
പിന്നെ നിറച്ച് റോഡിൻ്റെ രണ്ട് സൈഡിൽ പേരക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്, അതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖമാണ്. അപ്പം നമ്മൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താ പറയുക, നമ്മുടെ മൂന്നാർ വട്ടവട യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ പോകുമ്പോൾ ഒരു പ്രാവശ്യം ഏലപ്പാറ എസ്റ്റേറ്റ് വഴി പോകാൻ നല്ല എന്താ പറയുക, നല്ല കാഴ്ചകളാണ് അവിടെ. നമുക്ക് നല്ല ഭംഗിയുണ്ട് അവിടെ. തേയിലയും മറ്റു സാധനങ്ങളൊക്കെ കൃഷി ചെയ്തൊക്കെ കാണാം. പിന്നെ നമുക്ക് അവിടെ ഇറങ്ങിയിരുന്ന് കാണാം. വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അപ്പോൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക. അപ്പോൾ താങ്ക് യു.